ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന അറിവാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് സമ്പത്ത് അഥവാ പൈസ. സമ്പത്തില്ലാതെ ഇവിടെ ജീവിക്കാൻ വളരെ പ്രയാസമാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സമ്പത്തിൻ്റെ ആവശ്യകത വരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അല്ലാഹു തആല ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. പറഞ്ഞു വരുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ പലർക്കും കടം കൊടുത്തിട്ടുണ്ടാകും. കടം കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചവരാകും. ഈ ഒരവസ്ഥയിൽ പലർക്കും കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്തവരും ഉണ്ടാകും. നാളെ തരാം, മറ്റന്നാൾ തരാം, ഒരു മാസം കഴിഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ നമ്മളിൽ പലർക്കും വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കടം കൊടുത്തിട്ട് പൈസ നഷ്ടപ്പെട്ടവർ, ബിസിനസ്സിൽ ഇറക്കിയ പൈസ നഷ്ടപ്പെട്ടവർ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു ആത്മീയ പരിഹാരം പറഞ്ഞു തരാം. ആത്മാർത്ഥതയോടെയും ഇഖ്ലാസോടെയും ഓതി ദുആ ചെയ്താൽ മാത്രമേ ഇതിന് ഫലം കണ്ടെത്താൻ കഴിയൂ. പൈസ നഷ്ടപ്പെട്ടവർ അത് തിരിച്ചു കിട്ടാൻ ഇനി പറയുന്ന ഖുർആനിക വചനങ്ങൾ ഓതുക. സൂറത്തുൽ ഫതഹിലെ 29-ാമത്തെ ആയത്തും സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്തുമാണ് ഓതേണ്ടത്. സൂറത്തുൽ ഫതഹിലെ 29-ാമത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് മുതൽ വ അജ്റൻ അലീമൻ അതുവരെ ഓതുക. അതുപോലെ സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത് ഇന്നല്ലദീ ഫറള അലൈക മുതൽ ഹുവ ഫീ ളലാലിൻ മുബീൻ അതുവരെ ഓതുക. ഈ 2 ആയത്ത് നിസ്കാര ശേഷം ധാരാളം തവണ ഓതി ദുആ ചെയ്യുക. പിന്നീട് ആരാണോ നമുക്ക് പൈസ തരാൻ ഉള്ളത് അവരുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുക. എപ്പോഴും വിളിക്കരുത്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന സമയം ഈ 2 ആയത്ത് ഓതി വിളിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്താൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ്. ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ്. ഇത് ഓതി ഇങ്ങനെ ചെയ്താൽ പൈസ തിരിച്ചു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള ജീവിതത്തിൽ ആവശ്യമായ വീഡിയോസുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.